ഈ കൈറ്റ് സെറോദയുടെ ആപ്ലിക്കേഷനാണ്. അതായത് നമ്മളിപ്പോൾ ബാങ്കിൽ ഇപ്പോൾ SBI ആണെങ്കിൽ SBIൻ്റെ യൂനോ SBI എന്നിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇല്ലേ, ആ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റുന്നില്ലേ, അതേപോലെ ഷെയർസ് വാങ്ങാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് കൈറ്റ് സെറോദ എന്നുള്ളത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ലോഗിൻ ടു കൈറ്റ് എന്ന് കാണിക്കും. അവിടെ നിങ്ങൾക്ക് ആ കിട്ടിയ നിങ്ങളുടെ മെയിലിൽ വന്ന ലോഗിൻ ID-യും പാസ്വേഡും എൻ്റർ ചെയ്യാം. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ നിങ്ങൾക്ക് എൻ്റർ പിൻ കോഡ് ചോദിക്കും. ആ ഒരു പിൻ നമ്പർ നിങ്ങൾക്ക് കിട്ടിയ മെയിലിൽ ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ആപ്ലിക്കേഷനിൽ ഓപ്പണായി കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഡീഫോൾട്ടായിട്ട് കുറച്ച് കമ്പനിയുടെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ കഴിയും. നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ അവിടെ നിങ്ങൾക്ക് കുറച്ച് വാച്ച് ലിസ്റ്റും കാണാം. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയെ ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു കമ്പനി ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കമ്പനി എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ആദ്യം അവിടെ ഒരു 2-3 സെക്കൻഡ് സ്ക്രീനിൽ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ അവിടെ ഡിലീറ്റ് ഓപ്ഷൻ കാണാം. അപ്പോൾ അതൊന്നൊന്നായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു നെയിം നമുക്ക് ആ ഒരു വാച്ച് ലിസ്റ്റിൻ്റെ പേര് മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മൈ കമ്പനി എന്ന് പേര് കൊടുത്തിട്ട് അതിനുശേഷം നമുക്ക് വാച്ച് ചെയ്യണമെന്ന് തോന്നുന്ന കുറച്ച് കമ്പനിയുടെ ഡീറ്റെയിൽസ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ ടാറ്റ മോട്ടോഴ്സ് എന്ന് ടൈപ്പ് ചെയ്തു. അവിടെ നമുക്ക് കാണാൻ കഴിയും ലെഫ്റ്റ് സൈഡിൽ NSE ലിസ്റ്റഡ് ചെയ്ത കമ്പനിയാണ്. അത് BSEയിലും ലിസ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് മതി. ജസ്റ്റ് NSEയിൽ ഇപ്പോൾ സെലക്ട് ചെയ്തു. അതിനുശേഷം IRCTC സെർച്ച് ചെയ്യാം. IRCTC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽ ടൂർ കോർപ്പറേഷൻ, അത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഹീറോ മോട്ടോകോർപ്പ് അത് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് സിപ്ല ആഡ് ചെയ്തു. പിന്നെ വിപ്രോ. നിങ്ങൾ ഇത് തന്നെ ആഡ് ചെയ്യണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനി ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇൻഫോസിസ് അവിടെ കൊടുത്തില്ലേ, NSEയുടെ ഇൻഫോസിസ്, അത് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ആ ഒരു മൈ കമ്പനി എന്ന് കൊടുത്ത് നമ്മുടെ പേര് കൊടുത്ത ആ ഒരു വാച്ച് ലിസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്ത എല്ലാ കമ്പനിയും വന്നു. ഇനി മെയിനായിട്ട് ആഡ് ചെയ്യുന്നത് Nifty 50. നമുക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാവണ്ടേ, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത്, അതിന് വേണ്ടി Nifty 50 അതും ആഡ് ചെയ്തു. ഇനി ആ ഒരു Nifty 50 താഴെയാണ് കാണുന്നത്. അപ്പോൾ അത് 2